പ്രതിപക്ഷത്തിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ തീരുമാനം സഹിക്കാനുള്ള കഴിവ് കോൺഗ്രസിനില്ലെന്നും സംവാദത്തിൽ ജയിക്കാനല്ല താൻ വന്നതെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. താൻ രാഷ്ട്രീയ സേവകനാണെന്നും ജനങ്ങളെ സേവിക്കുകയാണ് തന്റെ കടമയെന്നും മോദി സൂചിപ്പിച്ചു. അതേസമയം ഭരണഘടന കയ്യിൽ വെക്കാനുള്ള പുസ്തകമല്ലെന്നും ജീവിക്കാനുള്ള പുസ്തകമാണെന്നും രാജ്യസഭാ സ്പീക്കർ ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി പറയുന്നത് നുണയെന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം രാജ്യസഭ വിട്ടു. 60 साल के बाद ये हुआ है कि 10 साल के बाद कोई एक सरकार फिर से उसकी वापसी हुई है और मैं जानता हूं कि भारत के लोकतंत्र की 6 दशक के बाद आई हुई घटना असामान्य घटना है और कुछ लोग जानबूझ करके उससे अपना मुंह फेर करके बैठे रहे. कुछ लोगों को समझ नहीं आया और जिनको समझ आया उन्होंने हो हल्ला उस दिशा में किया कि ताकि देश की It is an occasion where they have challenged Indian Constitution. They have outraged the spirit of Indian Constitution. They have disregarded the oath they have undertaken. मैं इस कुर्सी पर बैठकर इतना दुखी हूँ कि भारत के संविधान का इतना बड़ा अपमान, इतना बड़ा मजाक. भारत का संविधान हाथ में रखने की किताब नहीं है, जीने की किताब है. ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ. ശ്യാമ, പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രസംഗം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ വിലയിരുത്താം? ശ്രുതി, ഇന്നലെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിലും രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് മോദി രാജ്യസഭയിൽ പ്രസംഗം തുടങ്ങിയത്. ഭരണഘടനയിൽ ഊന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഭരണഘടന ഞങ്ങളുടെ വഴികാട്ടിയാണെന്ന് പറഞ്ഞ മോദി 10 വർഷക്കാലം ഭരണഘടന ശക്തിപ്പെടുത്തുകയായിരുന്നു ചെയ്തതിരുന്നതും ഭരണഘടന ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി നുണ പറയുകയാണെന്നാണ് പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം ആരോപിച്ചത്. നുണ പറയുന്നത് നിർത്തൂ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതിനിടയിൽ കോൺഗ്രസ് അധ്യക്ഷൻ കർഷകരെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നും കർഷകരെ വിത്ത് മുതൽ മാർക്കറ്റ് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കർഷകർക്ക് ശക്തി നൽകി, കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി കർഷകരുടെ ഈ 10 വർഷത്തിലും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി എന്നൊക്കെയുള്ള മോദിയുടെ പ്രസംഗത്തിനിടയിൽ സംസാരിക്കാൻ വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേൽക്കുകയും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. മോദി നുണ പറയുന്നത് നിർത്തണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അദ്ദേഹം പ്രസംഗിക്കുന്ന നേരത്തുടനീളം സഭയിൽ പ്രതിഷേധമുയർത്തുന്നുണ്ടായിരുന്നു. ഇതിന് ഒടുവിലാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. സഭ ബഹിഷ്കരിക്കുമ്പോൾ അവർക്ക് സത്യത്തെ നേരിടാനുള്ള കഴിവില്ല എന്നാണ് മോദി പരിഹസിച്ചത്. തുടർന്ന് രാജ്യസഭാ അധ്യക്ഷൻ രാജ്ദീപ് ധൻകറും പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഭരണഘടനയെയും സഭയെയും പ്രതിപക്ഷം അപമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടന കയ്യിൽ വെക്കാനുള്ള പുസ്തകമല്ല, ജീവിക്കാനുള്ള പുസ്തകമാണ് എന്ന് ധൻകർ പ്രതിപക്ഷത്തെ വിമർശിച്ചു. തുടർന്ന് മോദിയും പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗം തുടർന്നത്. ഭരണഘടനയിൽ ഊന്നിയാണ് മോദി പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലം ഓർമ്മിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തി. തുടർന്ന് അദ്ദേഹം ഇപ്പോഴും രാജ്യസഭയിൽ അദ്ദേഹം തന്റെ പ്രസംഗം തുടരുകയാണ് ചെയ്തത്. ശ്രുതി. ശരി, ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.